ഇനി നമ്മൾ കൊച്ചിയിലേക്ക് പോകുന്നു. കൊച്ചിയിൽ നമുക്കിപ്പം അർജുൻ മട്ടന്നൂരുണ്ട്. അർജുൻ മട്ടന്നൂർ, വെരി ഗുഡ് മോർണിംഗ്. ഇന്നിപ്പോ കൊച്ചിയിലെ പ്രധാനപ്പെട്ട വാർത്ത CMRL SFIO വിഷയമായിരിക്കുമല്ലോ അല്ലേ? വെരി ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. തീർച്ചയായും അതെ. CMRL വിഷയവുമായി ബന്ധപ്പെട്ട CMRLന്റെ ആലുവയിലെ കോർപ്പറേറ്റ് ഓഫീസിൽ കഴിഞ്ഞ 2 ദിവസമായി SFIO ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി വരികയാണ്. എന്തായാലും ആദായ നികുതി ഓഫീസിലും ഇന്നലെ അവരെത്തി ചില രേഖകൾ ശേഖരിച്ചിട്ടുണ്ട്. അവർ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം തുടരുകയാണ്. പ്രധാനമായും ഇതുമായി ബന്ധപ്പെട്ട അവർ ഈ CMRLന്റെ അറ്റാദായം അത് 73 കോടി രൂപയാണ് എന്നാണ് അവർ കണ്ടെത്തിയിരിക്കുന്നത്. 2023 മാർച്ച് 31 കിട്ടിയ രേഖകൾ പ്രകാരം അറ്റാദായം 73 രൂപയാണ്. പക്ഷേ ഇവർ വിവിധ രാഷ്ട്രീയ ട്രേഡ് യൂണിയൻ നേതാക്കൾക്കും മറ്റും നൽകിയ തുകയാകട്ടെ 135 കോടി രൂപയാണ്. ഇതിലൊരു വലിയ അന്തരമുണ്ട്. മാത്രമല്ല യഥാർത്ഥ വരുമാനം കൃത്യമായി അവിടുത്തെ ആസ്തിയായി മാറുന്നില്ല എന്നൊരു നിഗമനത്തിലാണ് SFIO ഉദ്യോഗസ്ഥരുള്ളത്. അതുകൊണ്ടാണ് ആദായ നികുതി ഓഫീസിൽ അടക്കം എത്തി അവർ ഈ രേഖകളടക്കം പരിശോധിച്ചത്. ഈ വരുമാനത്തിൻ്റെ 1/4 പോലും അറ്റാദായമായി എത്തുന്നില്ല. മാത്രമല്ല 73 കോടി രൂപ മാത്രം അറ്റാദായമുള്ള ഒരു സ്ഥാപനം എങ്ങനെയാണ് 135 കോടി രൂപയോളം വിവിധ രാഷ്ട്രീയ നേതാക്കൾക്ക് അടക്കം നൽകുക എന്നൊരു ചോദ്യമാണ് അവർ ഉന്നയിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ പരിശോധിച്ചു വരികയാണ്. ഇതിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നിട്ടുണ്ടോ, അതിന് ഷെൽ കമ്പനികൾ ഉപയോഗിച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളും SFIO പരിശോധിക്കുന്നുണ്ട്. എന്തായാലും ഇനി അറിയേണ്ടത് ഈ CMRL ഇപ്പോൾ പരിശോധന നടക്കുന്നു. ഇനി മറ്റെവിടേക്കൊക്കെ ഈ അന്വേഷണം പോകുമെന്നതാണ്. KSIDC അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ കമ്പനിയായ എക്സാലോജിക് അടക്കമുള്ള സ്ഥാപനങ്ങളും ഇതിന്റെ അന്വേഷണ പരിധിയിലുണ്ട്. അവിടേക്കും കോടതിയുടെ അധികാരമുള്ള ഒരു അന്വേഷണ സംഘമാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് എന്ന് പറയുന്നത്. അവർ നടത്തുന്ന അന്വേഷണം വളരെ ഗൗരവമേറിയ അന്വേഷണമാണ്. എന്തായാലും തിരുവനന്തപുരത്ത് ആദായ നികുതി വകുപ്പിൽ ഇന്നലെ അവർ എത്തിക്കഴിഞ്ഞു. ഇന്ത്യൻ സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിച്ചു കഴിഞ്ഞു. ഇനി സ്വാഭാവികമായും പോകേണ്ടത് KSIDCയിലേക്കും എക്സാലോജിയിലേക്കുമാണ്. അതെന്ന് മാത്രമേ ഇനി നമ്മൾ അറിയേണ്ടൂ. മറ്റൊരു പ്രധാന വാർത്ത കൊച്ചിയിൽ നിന്ന് വരുന്നത്, കേരളത്തിൽ ഈ ചാവേർ സ്ഫോടനത്തിന് പദ്ധതി ഇട്ടെന്ന കേസിൽ 2018 അറസ്റ്റ് ചെയ്ത റിയാസ് അബൂബക്കറിന്റെ ഇന്നിപ്പോൾ വിധി പറയും. അപ്പോൾ റിയാസ് അബൂബക്കറാണ് പ്രതി. കൊച്ചി NIA കോടതിയാണ് വിധി പറയുന്നത്. പാലക്കാട് കൊല്ലംകോട് സ്വദേശിയായ റിയാസ് അബൂബക്കർ തുടർച്ചയായി ചാവേർ സ്ഫോടനം നടത്താൻ കേരളത്തിൽ പദ്ധതി ഇട്ടു എന്നായിരുന്നു NIAയുടെ ആക്ഷേപം. ഇന്നിപ്പോൾ ആ വിധിയിൽ നമ്മൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്? പ്രോസിക്യൂഷന് തെളിവുകളൊക്കെ തിരുത്താൻ സാധിച്ചുവെന്നാണോ മനസ്സിലാക്കുന്നത്? അരുൺകുമാർ, ഈ കേരളത്തിൽ നിന്ന് അഫ്ഗാനിസ്ഥാനിൽ പോയി പിന്നീട് ISISൽ ചേർന്ന അബ്ദുൾ റാഷിദ് അബ്ദുള്ള നിർദ്ദേശപ്രകാരം ഈ റിയാസ് അബൂബക്കർ അടക്കമുള്ള ആളുകൾ ചാവേർ ആക്രമണത്തിന് പദ്ധതി ഇട്ടു എന്നാണ് NIAയുടെ കണ്ടെത്തൽ. 2018 മെയ്യിലാണ് പാലക്കാട് കൊല്ലംകോട് സ്വദേശിയായ റിയാസ് അബൂബക്കറിനെ NIA പിടികൂടുന്നത്. ഈ കേസിൽ മറ്റ് 2 പേർ കൂടി NIAയുടെ കസ്റ്റഡിയിലായിരുന്നു. പിന്നീട് അവർ മാപ്പ് സാക്ഷികളാവുകയായിരുന്നു. ഇതിൽ ഈ അബ്ദുൾ റാഷിദ് ഇപ്പോഴും വിദേശത്ത് തന്നെ തുടരുകയാണ്. ഇയാളെ എപ്പോഴും പിടികിട്ടിയിട്ടില്ല. എന്തായാലും ഈ ശ്രീലങ്കയിൽ നടന്ന സ്ഫോടന പരമ്പരയുടെ അതേ മാതൃകയിൽ ഈ കേരളത്തിലും ചാവേർ ആക്രമണം നടത്താൻ വേണ്ടി ആസൂത്രണം നടത്തി എന്നാണ് NIAയുടെ കണ്ടെത്തൽ. ഈ കേസിലാണ് ഇന്ന് കൊച്ചിയിലെ പ്രത്യേക NIA കോടതി ഇന്ന് വിധി പറയാൻ പോകുന്നത്. ഈ കേസിൽ നിലവിൽ ഇയാൾ മാത്രമാണ് നിലവിൽ പ്രതി. റിയാസ് അബൂബക്കർ മാത്രമാണ് ഈ കേസിൽ പ്രതി. മറ്റൊരു പ്രധാനപ്പെട്ട കേസ് കൂടി വരുന്നുണ്ട്. ഈ ഹൈറിച്ച് തട്ടിപ്പ് കേസിൽ പ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. പ്രതികൾ അന്വേഷണവുമായി സഹകരിക്കുമോ എന്ന് കോടതി ചോദിച്ചിട്ടുണ്ട്. എറണാകുളം സെഷൻസ് കോടതിയാണ് കേസ് പരിഗണിക്കുന്നത്. KD പ്രതാപനും ഭാര്യ ശ്രീനയും നടത്തിയ വലിയ റേഞ്ചുള്ള തട്ടിപ്പായിരുന്നു, വലിയ റീച്ചുള്ള തട്ടിപ്പാണ്. ആ റീച്ച് തട്ടിപ്പിൽ ഇപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുകയാണ്. ജാമ്യം കൊടുക്കേണ്ടതില്ല എന്ന നിലപാടിൽ തന്നെയാണോ പ്രോസിക്യൂഷൻ ഉള്ളത്? ഇന്നലെ കോടതി ചോദിച്ച ചോദ്യത്തിൽ അന്വേഷണത്തോട് സഹകരിച്ചാൽ ജാമ്യം നൽകാം, ഒരു സാമ്പത്തിക കുറ്റകൃത്യമാണ് എന്നറിയിച്ചിട്ടുണ്ട്. പക്ഷേ നാടുവിട്ടു പോകാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെയാണോ പ്രോസിക്യൂഷൻ പറയുന്നത് ജാമ്യത്തെ എതിർത്തുകൊണ്ട്? 3150 കോടി രൂപയുടെ തട്ടിപ്പാണ് എന്നാണ് നേരത്തെ മുഖ്യമന്ത്രി തന്നെ നിയമസഭയിൽ പറഞ്ഞത്. സ്വാഭാവികമായും കേരളത്തിൽ നടന്ന ഏറ്റവും വലിയ തട്ടിപ്പുകളിൽ ഒന്നാണ് എന്ന് EDയും പറയുന്നുണ്ട്. ED ഇതുമായി ബന്ധപ്പെട്ട റെയ്ഡൊക്കെ നടത്തി. ഈ റെയ്ഡ് നടക്കുന്നതിന് തൊട്ട് മുൻപാണ് KD പ്രതാപനും ശ്രീനയും അവരുടെ ഡ്രൈവർക്കൊപ്പം വാഹനത്തിൽ കയറി രക്ഷപ്പെടുന്നത്. ഇവർ ഇപ്പോഴും ഒളിവിൽ തുടരുകയാണ്. ഈ ഒളിവിൽ ഇരുന്നു കൊണ്ടാണ് ഇവർ മുൻകൂർ ജാമ്യാപേക്ഷയായി കോടതിയെ സമീപിച്ചത്. പ്രത്യേക സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന സെഷൻസ് കോടതിയാണ് ഈ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. എന്തായാലും ഇന്നലെ ഇതിൽ വാദം നടന്നിരുന്നു. ഇന്നലെ ഈ കോടതി കൃത്യമായി പ്രതിഭാഗത്തോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് അന്വേഷണവുമായി സഹകരിച്ചുകൂടെ? എന്തുകൊണ്ട് EDയുടെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുമ്പിൽ
ഹാജരാകുന്നില്ല എന്നവർ ചോദിച്ചിരുന്നു. ഈ കാര്യത്തിൽ നാളെ മറുപടി നൽകാമെന്നാണ് പ്രതിഭാഗം അഭിഭാഷകൻ കോടതിയെ അറിയിച്ചത്. അതേസമയം ഇ ഡി പറഞ്ഞത് അറസ്റ്റ് ചെയ്യുന്ന കാര്യം നിലവിൽ തീരുമാനിച്ചിട്ടില്ല. എന്തായാലും ചോദ്യം ചെയ്യലിന് ശേഷം മാത്രമേ അറസ്റ്റിന്റെ കാര്യം തീരുമാനിക്കുകയുള്ളൂ. അറസ്റ്റ് ചെയ്യേണ്ട ഘട്ടം വരികയാണെങ്കിൽ അറസ്റ്റ് ചെയ്യേണ്ടി വരുമെന്നും ഇ ഡി കോടതിയെ അറിയിച്ചിട്ടുണ്ട്. ഏതായാലും ഈ കാര്യത്തിൽ ഒരുപക്ഷെ ഇന്ന് കോടതി അന്തിമമായി തീർപ്പാക്കാനാണ് സാധ്യത മുൻകൂർ ജാമ്യാപേക്ഷയിൽ. അതേസമയം തന്നെ ഈ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസുകൾ പൂർണ്ണമായും റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ കെ ഡി പ്രതാപനും ഭാര്യ ശ്രീനയും ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. അതിനിടയിൽ ഒളിവിലുള്ള ഇവരെ കണ്ടെത്താൻ വേണ്ടി ഇ ഡി ലുക്കൌട്ട് നോട്ടീസും പുറത്തിറക്കിയിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കെ ഡി പ്രതാപൻ, ഭാര്യ ശ്രീന ഹൈറീച്ച് തട്ടിപ്പ് കേസിലെ പ്രധാനപ്പെട്ട പ്രതികൾ ഇപ്പോൾ ലുക്കൌട്ട് നോട്ടീസ് അവർക്കെതിരെ ഇറക്കിയിട്ടുണ്ട്. അവരിപ്പോഴും ഒളിവിൽ തന്നെ തുടരുമ്പോഴാണ് മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോടതിയിലേക്ക് എത്തിയിരിക്കുന്നത്. അന്വേഷണവുമായി സഹകരിക്കണം എന്നതാണ് കോടതി അറിയിച്ചിരിക്കുന്നത്. മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുമോ കൊള്ളുമോ എന്ന് നമുക്ക് വരുന്ന മണിക്കൂറുകളിൽ അറിയാം. താങ്ക് യു അർജുൻ. നമുക്ക് ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ വരുന്ന മണിക്കൂറുകളിൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. ഹാവ് എ വണ്ടർഫുൾ